നമസ്കാരം. ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ നമ്മുടെ ബിഗ് ബോസ് ശരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മിനിങ്ങാന്ന് ഞാൻ കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡ് കേട്ടോ. ഇന്നലെ നമ്മുടെ ജിൻഡോ മിററിൽ മുന്നിൽ നിന്നിട്ട് ആത്മപരിശോധന നടത്തുന്ന ഒരു ടാസ്ക്കായിരുന്നു. നന്നായിരുന്നു വളരെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു. ജിൻഡോ വേർക്കുകയൊക്കെ ചെയ്തു. വല്ലാണ്ട് വിഷമം തോന്നി. കാരണം നല്ലൊരു ടാസ്ക്കായിരുന്നു കേട്ടോ. കാരണം ജിൻഡോ പറയും തൻ്റെ ലൈഫിൽ കയറി വന്നതും ആരും സപ്പോർട്ടില്ലാതിരുന്നതും തന്നെ മണ്ടനെന്ന് വിളിച്ചതും ആ സ്ഥലത്ത് നിന്നിട്ട് താൻ മുന്നിലേക്ക് കയറി വന്നതും എനിക്ക് പറയുന്നുണ്ട്. ശരിക്കും ഞാൻ നോക്കിയിട്ട് ജിൻഡോ എന്നൊരു മനുഷ്യൻ ശരിക്കും നല്ലൊരു ഡെഡിക്കേറ്റഡാണ്. ബിഗ് ബോസിനോട് നമുക്കൊരു നല്ലൊരു സമർപ്പണ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. ആരോടും പക വെച്ച് പുലർത്താൻ കഴിയാത്ത ഒരു ബെസ്റ്റ് ഹ്യൂമനാണ് ജിൻഡോ. ഇന്നലെ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഗബ്രിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നീ ആവശ്യമില്ലാത്ത ഓരോ ജിഞ്ച് പണി വാങ്ങി കൂട്ടണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അവൾ വല്ലാണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ജാസ്മിൻ യൂസ് ചെയ്ത വേർഡ്സ് ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. കഴിവില്ലാത്തവനെ, മണ്ട, പൊട്ട, പിന്നെ എന്നത് നിനക്ക് ഒരു കഴിവുമില്ല, നിനക്ക് വാഴാൻ അറിയില്ല, നീ വാഴില്ല, ഞാൻ ഗബ്രി എൻ്റെ ജീവിതകാലം മുഴുവൻ ചേർത്ത് പിടിക്കും, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ബാഡ് വേർഡ്സ്. പക്ഷേ ആ മനുഷ്യനൊക്കെ അതിന് ഒന്നുമില്ലെങ്കിൽ അത്ര ഏജുള്ളൊരു മനുഷ്യൻ. 40 വയസ്സ് എന്തായാലും ജിൻഡോയ്ക്ക് ഉണ്ടാവുമല്ലോ. ഈ കൊച്ചിന് 23 വയസ്സോ ഡബിൾ. ഒരുപക്ഷെ ഈ കൊച്ച് ഈ ജാസ്മിൻ എന്താ വിചാരിക്കുക എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു താൻ പറയുന്നത് ഭയങ്കര ബോൾഡാണ്, ഭയങ്കര ധൈര്യത്തിൽ സംസാരിക്കുന്നു, പുറത്ത് ഭയങ്കര കണ്ടൻറ് അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ എന്തെന്നറിയില്ല. പക്ഷേ ഓരോ ദിവസം കഴിയുന്നതോറും ജാസ്മിൻ എന്ന ഗെയിമറോട് സത്യം പറയാൻ ഇഷ്ടക്കുറവ് തന്നെയാണ്. ജാസ്മിൻ എന്ന ഗെയിമർ, ജാസ്മിൻ എന്ന പേഴ്സണെ പറ്റി അറിയത്തില്ല നമുക്കത് അറിയില്ലല്ലോ, ഓരോരുത്തരുടെ വ്യക്തിത്വം. പക്ഷേ ജാസ്മിൻ എന്നൊരു ഗെയിമർ എന്നൊരു വ്യക്തിത്വത്തോട് സത്യം പറഞ്ഞാൽ പോകുന്നത് വേറെ ആർക്കും അത്രയും മോശം ഒരു ഗെയിം ഇല്ല. അപ്സര പോലും പുറത്തിറങ്ങി വന്നൊരു ജിൻഡോനെ വളരെ മോശമായിട്ട് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു മോശം വ്യക്തിത്വം ബിഗ് ബോസിൽ ആ സ്ത്രീ കാണിച്ചില്ല. ആദ്യം ടോപ്പായിരുന്ന ആൾ പിന്നെ പരദൂഷണവും പിന്നെ ഒരു ഇതിൽ പിന്നെ പുറത്തുനിന്ന് വന്നവരൊക്കെ ബെസ്റ്റാന്ന് പറഞ്ഞപ്പോഴത്തേക്കുള്ള അഹങ്കാരത്തിൽ അപ്സര ഓരോന്ന് കാട്ടിക്കൂട്ടി അപ്സര പുറത്താകുകയും ചെയ്തു. പിന്നെ ഉള്ളു ഫെയറായിട്ട് കളിച്ച അൻസിബയാണ്. അൻസിബയ്ക്ക് വോട്ട് കുറവായിരുന്നില്ല. പക്ഷേ ഓരോ യൂട്യൂബറൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെയാലും അൻസിബ ഔട്ടായി. പിന്നെ ഈ നല്ല ജെന്യൂനായിട്ടൊരു പേഴ്സൺ ഒരു ജാസ്മിൻ നമ്മുടെ ജിൻഡോ തന്നെയാണ്. പുറത്തിറങ്ങി കഴിയുമ്പോൾ ജാസ്മിൻ അത് മനസ്സിലാവും. അപ്പോൾ ജാസ്മിൻ എന്താ ചെയ്യാൻ പോകുന്നത് ഒന്നും അറിയില്ല. കാരണം ജാസ്മിൻ അത് ഇപ്പോൾ പുറത്തിറങ്ങി വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് വരാൻ കറക്റ്റ് കുറച്ച് സമയമെടുക്കും. കാരണം എനിക്ക് ബിഗ് ബോസ് സീസൺ 1 നമ്മളൊരു അതിഥി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിഥീനെ ഒന്ന് അടിച്ചു നോക്കിയാൽ കാണാനേ പറ്റില്ല. അതിഥി എന്നൊരു പേഴ്സൺ മോശം കണ്ടസ്റ്റൻസേ അല്ലായിരുന്നു. പക്ഷേ അതിലുള്ള അതിഥി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പേളിയുടെ കല്യാണത്തിനൊന്നുമല്ല, അതിനുശേഷം എന്താ പറയുക സൈബർ ബുള്ളിങ് വിത്ത് ഇതിൽ നിന്ന് പുറത്ത് വരാൻ 2 വർഷം എടുത്തെന്ന് പറയണേ. പുറത്തേക്ക് വരാൻ 2 വർഷം എടുത്തു എന്നാണ് പറയണം. ബിക്കോസ് എന്താ പറയുക, അതാണ് ബിഗ് ബോസ്. നമ്മുടെ സാധാരണ ആൾക്കാർ എൻ്റെ കാഴ്ചപ്പാടിൽ പോകാതിരിക്കുക, ലൈഫ് പോകും. നിറയെ പേര് നോക്കിക്കഴിഞ്ഞാൽ ഗേൾസിൽ ഒരു 90% ലൈഫ് പോകുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസിൽ നോക്കിക്കഴിഞ്ഞാൽ ബഡായി ബംഗ്ലാവ് ആര്യയുടെ ലവ് പോയി. കാരണം അവരുടെ പോസിറ്റീവിനെക്കാളുപരി നെഗറ്റിവിറ്റിയാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്തോ അറിയില്ല, ആ നെഗറ്റിവിറ്റിയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും കൂടുതൽ നെഗറ്റീവ് പുറത്ത് വിടുന്നത്. എന്ത് തന്നെയായാലും നമ്മുടെ ജിൻഡോ ഇന്നത്തെ ഒരു മാസമായിരിക്കണം. പ്ലീസ് ജിൻഡോയ്ക്ക് എല്ലാവരും വോട്ട് ചെയ്യാൻ മറക്കരുത്. വോട്ട് ചെയ്തെല്ലാം ഓരോ ടീം മേടിച്ചു തരാം കേട്ടോ. അത് കളിയാക്കി പറഞ്ഞതല്ല. ജിൻഡോ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാനൊരു ഇൻ്റർവ്യൂ ചോദിക്കും. ഞാൻ നോർമൽ ഇതാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്കിപ്പം ഒരു സെൽഫി സ്റ്റാൻഡും മൈക്കൊക്കെ വാങ്ങണമെന്നുണ്ട്. ഞാൻ തീർച്ചയായും എനിക്ക് ഒരു ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്ക് ഞാനത് വാങ്ങും. തീർച്ചയായും ഞാൻ വിളിക്കും ജിൻഡോനെ ഇൻ്റർവ്യൂവിന്. വരുമെന്ന് വിശ്വസിക്കുന്നു, അറിയത്തില്ല. എന്നാലും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ജിൻഡോ. ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കയറിയപ്പം മുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പേഴ്സണായിരുന്നു. നല്ല എത്രത്തോളം അദ്ദേഹത്തെ പറഞ്ഞാലും ഒരു വേഗം മറന്ന് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു ഭയങ്കര വ്യക്തിത്വം. നമുക്കൊരു ബ്രദറോ അങ്ങനത്തെ എനിക്കിഷ്ടമാണ് ജിൻഡോ. ഇപ്പോൾ എനിക്ക് ബ്രദറില്ല കേട്ടോ. എനിക്ക് 2 സിസ്റ്റേഴ്സാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമാണ്, എനിക്കിഷ്ടമാണ് അങ്ങനെ ഒരു നല്ലൊരു ബ്രദറിനെ കിട്ടുക. നല്ലൊരു ഫാദറും ഇല്ല എനിക്ക്. ഫാദർ ഈസ് നോ മോർ. സോ നല്ലൊരു ഫാദറിനെ കിട്ടുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കില്ലേ ലൈഫ്. പിന്നെ കുറേ പേര് ഫസ്റ്റ് വീഡിയോസ് കമൻറ്റ്സ് ചോദിച്ചു, ചേച്ചി എന്താ ബിഗ് ബോസിൽ പോകാത്ത? എന്നെ വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത്രമാത്രം ഫേമസ് ഒന്നും അല്ല ഞാൻ നോർമലായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ അങ്ങ് പോകുന്നു.
പിന്നെ ബിഗ് ബോസിൽ ഫ്യൂച്ചറിൽ വിളിച്ചാലും പോകില്ല. എനിക്കെൻ്റെ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കെൻ്റെ 2 മക്കൾ, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ എല്ലാമാണ്. ഹസ്ബൻഡ് ഞാൻ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് 2 മക്കളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഒരു ചെറുത് പറയാം. എനിക്ക് അമ്മയ്ക്ക് ഞങ്ങൾ 3 പെൺമക്കളാണ്. അതിൽ ഇളയ ആളാണ്. ട്വിൻസാണ് ഞാൻ. ആ ട്വിൻസിൻ്റെ ഒരാൾ ഇതേ സെയിമായിട്ട് യൂട്യൂബിൽ തന്നെ ഉണ്ട്. സെയിമാണ് ഞങ്ങൾ 2 പേരെയും കാണാൻ. എൻ്റെ ഹസ്ബൻഡ് എൽദോ ജോർജ് എന്ന് പറയും, ജിബി എന്ന് വിളിക്കും. ഇച്ചായൻ ഗൾഫിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. റെസ്റ്റോറൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. വേറെ പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. 2 മക്കളുണ്ട്. ഇപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ പപ്പ മമ്മി എൻ്റെ 2 മക്കൾ അത്രയും പേരോട്ട് അങ്ങനെ നിൽക്കുന്നു. നേഴ്സാണ്, പക്ഷേ ഇപ്പോൾ ഹോം നേഴ്സാണ്. മക്കൾ ഇച്ചിരി ആയിട്ട് പോകണം. കുഞ്ഞിന് 3.5 വയസ്സായി. സ്കൂളിൽ ചേർക്കാൻ വിചാരിച്ചപ്പോൾ ആൾ തീരെ ചെറുതാണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റല്ല. പിന്നെ ഭയങ്കര കുരുത്തക്കേടും തരികിടയും വാരി കഴിക്കത്തൊന്നുമില്ല. ഞാനങ്ങനെ വാരി ശീലിപ്പിച്ചു. ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ 2 മാസം വെക്കേഷൻ സമയത്ത് അവൾ സ്വന്തം വാരി കഴിപ്പിക്കണമെന്നൊക്കെ വിചാരിച്ച സമയത്തായിരുന്നു മംസ് വന്നു, കൈ ഒടിഞ്ഞു. പിന്നെ അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ പിന്നെ പറ്റത്തില്ലല്ലോ, വാരി കൊടുത്ത് ആ ഒരു 2 മാസം അങ്ങനെ പോയി. അതുകൊണ്ട് തന്നെ ഈ വർഷം വിടുന്നില്ല, അടുത്ത വർഷം വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി എനിക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചില്ല എനിക്കൊരു നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടുമെന്നും എൻ്റെ ലൈഫ് ഇത്ര സ്റ്റേബിൾ ആവുമെന്ന്. കാരണം വെറും 0 ആയിരുന്നു എൻ്റെ ലൈഫ്. പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടിന് ആരുമില്ലായിരുന്നു. ഫിനാൻഷ്യലി വളരെ ഡൗൺ ആയിരുന്നു. എന്നാലും പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ലൈഫിലേക്ക് ഞാൻ വന്നതിന് ശേഷം എൻ്റെ ലൈഫ് ഭയങ്കര കളർഫുള്ളായി. നല്ലൊരു ലൈഫ് പാർട്ട്ണറിൻ്റെ അമ്മ അപ്പനും ആയാലും പപ്പ മമ്മി ആയാലും ഭയങ്കര ലവാണ് എന്നെ. അവർ മരുമോളല്ല, ഞാൻ അവർക്ക് മോള് തന്നെയാണ്. എൻ്റെ 2 മക്കൾ. പിന്നെ ഹസ്ബൻഡ് എന്ന് പറയുമ്പം ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്, ലവറാണ്, എല്ലാമാണ്. സോ ഫാമിലി ഹാപ്പിയായി പോകുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബിഗ് ബോസിലേക്ക് എന്നെ വിളിക്കുവാണെങ്കിൽ ഒരിക്കലും ഞാൻ പോവില്ല. കാരണം എനിക്ക് പ്രശസ്തിയെക്കാളും വലുത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും പോവും, ഇങ്ങനൊരു ചാൻസ് കിട്ടുന്നില്ല. ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാതെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ജോലി തീർച്ചയായും എൻ്റെ ക്വാളിഫിക്കേഷന് കിട്ടും. അപ്പോൾ ഞാൻ പോകാത്തതിന് കാരണം 1 എൻ്റെ കുഞ്ഞുങ്ങൾ, 2 പാരൻസ് ഇച്ചിരി ഏജാണ്. അപ്പോൾ അവർക്ക് പറ്റില്ല കുഞ്ഞുങ്ങളെ നോക്കാൻ. അപ്പോൾ മക്കളൊന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും, ഞാൻ പോകും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അപ്പോഴത്തേക്ക് റൂമിനകത്ത് ഞാൻ പൂട്ടിയിട്ടേച്ചാണ് വന്നത് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കച്ചറ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. മോളൂസ്, മോൻ്റെ പേരെന്തപ്പാ? അവിന. പിന്നെ ബിഗ് ബോസിൽ മോൾക്ക് ആരെയാണ്? ബിഗ് ബോസിലെ മോൾക്ക് ഒരു ഗ്ലാസ് ചായ തട്ടി താഴെ ഇട്ടു. ബിഗ് ബോസിൽ മോൾക്ക് ആരെയാണ് ഇഷ്ടം? ഇഷ്ടം? സിജോനെ ഇഷ്ടം. ഇത് മോന് കേട്ടോ. ഇതുണ്ടോ മോന്? ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടം? ജിൻഡോ. അമ്മയുടെ മോനാട്ടോ ജിൻഡോ. സിജോ അല്ലേ? ജിൻഡോ അല്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇവളിങ്ങനെ പറയുന്നത് സിജോയാണ്, ജിൻഡോ എന്ന് പറയാൻ അറിയാഞ്ഞിട്ടാണ് സിജോ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ യൂട്യൂബിൽ എൻ്റെ കൊച്ചിന് ജിൻഡോനാണ് ഞാൻ വിചാരിച്ചു. ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതാണ് ഇഷ്ടം എന്ന് ഞാൻ കരുതി. പക്ഷേ സിജോനെ കാണുമ്പോൾ ഇങ്ങനെ പറയും, ദേ സിജോ എന്നിങ്ങനെ പറയും. സിജോ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ മനസ്സിലായി. അപ്പോൾ എന്തിനായാലും എൻ്റെ മമ്മിക്ക് അഭിഷേക്, പപ്പയ്ക്ക് പിന്നെ ഇല്ല, മമ്മിക്ക് അഭിഷേക്, പിന്നെ ഞാനും മോനും ജിൻഡോ, പിന്നെ കുഞ്ഞ് സിജോ. ഹസ്ബൻഡിനോട് ചോദിച്ചാൽ നിനക്ക് പ്രാന്താന്നാണ് പറയുന്നത്. നിനക്ക് പ്രാന്താ, ഇങ്ങനത്തെ പരിപാടിയെ കാണുന്ന നിന്നെയെല്ലാം പിന്നെ നല്ല ചൂലുംകാട്ടെടുത്ത് അടിക്കണമെന്നാണ് പറയുന്നത്. എന്തിനായാലും താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.